അപ്പോൾ ഇതെൻ്റെ സ്വന്തം ബ്രസ ZXi മോഡലാണ്. അപ്പം അതിൻ്റെ ഒരു വാക്ക് അറൗണ്ടും എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് LED പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ്. പിന്നെ അതിൻ്റെ ഗ്രില്ലിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത്. അതായത് മറ്റേ 2022 മോഡൽ ബ്രസയാണ്. ഇനി എൻജിൻ ബേ ഒന്ന് പൊക്കിയിട്ട് എൻജിൻ കാണിച്ചു തരാം. കുറച്ച് ഹെവിയാണ് ഇതിൻ്റെ ബോണറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻജിൻ ബേ. ഓക്കെ, ഇത് നമ്മുടെ വൈപ്പർ വാഷർ ഇടുന്നതാണ്. ഇത് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ് ഇടുന്നതാണ്. നമ്മുടെ എൻജിൻ ഓയിൽ ഇത് നമ്മുടെ കൂളൻറ്റിൻ്റെയാണ്. ഇവിടെ നിന്ന് കൂളൻ്റ് ഇടും. പിന്നെ നമ്മുടെ എൻജിൻ ഓയിൽ ഒഴിക്കുന്നത് ഇവിടെയാണ്. അതിൻ്റെ ചെക്ക് ചെയ്യാനുള്ള ഇൻഡിക്കേറ്റർ സാധനം ഇവിടെ ഉള്ളത്. ഓക്കെ, അതിൻ്റെ ബാറ്ററി വരുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. എക്സൈഡിൻ്റെ കൺസർവോ എന്നുള്ളൊരു ബാറ്ററിയാണ് വരുന്നത്. പിന്നെ എക്സ്റ്റീരിയറിൽ തന്നെ നമുക്ക് ZXi വേരിയൻറ്റിന് റൂഫ് റെയിൽ വരുന്നുണ്ട്. അതുപോലെ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീഫോഗർ ഉണ്ട്. അതുപോലെ റിയർ വൈപ്പറും വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ ബ്രസ എന്നുള്ള ഇങ്ങനെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ റിയർ ബമ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിൽവർ പ്ലേറ്റ് പോലെ കാണും. പക്ഷെ അത് ശരിക്കും മെറ്റലൊന്നും അല്ല, അതൊരു വെറും പ്ലാസ്റ്റിക് മാത്രമാണ്. സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ബാഡ്ജ് വരുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് റിവേഴ്സ് ക്യാമും വരുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ 4 എണ്ണമാണ് പറഞ്ഞത്. 1, 2, 3, ഞാൻ വെച്ചിട്ട് 4. അതുപോലെ റെയറിൽ ഡീഫോഗർ വരുന്നുണ്ട്. പിന്നെ ZXiയിൽ വരുന്നത് ഈ ബ്ലാക്ക് അലോയ്സ് ആണ്. അതിൻ്റെ ടയർ സൈസ് എന്ന് പറഞ്ഞാൽ 215/60 16 ഇഞ്ചിൻ്റെ റിമ്മാണ്. പിന്നെ ഫ്രണ്ട് ബമ്പറിലും ഒരു ഫേക്ക് സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ബാക്കിലുള്ള പോലെ തന്നെ ശരിക്കും പ്ലാസ്റ്റിക് ആണ്, സിൽവർ അല്ല. പിന്നെ ഈ ഫോഗ് ലാമ്പ് ആക്ച്വലി ഒരു ആക്സസറി ആണ്. ഫോഗ് ലാമ്പ് ZXiയിൽ ഇൻബിൽഡായിട്ട് വരുന്നില്ല. ഇനി നമുക്ക് ഇൻറ്റീരിയർ കയറുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു റിക്വസ്റ്റ് സെൻസർ ഉണ്ട്. നമുക്ക് കീലെസ് എൻട്രി ആണ്. അത് ബട്ടൺ അമർത്തുക, അങ്ങനെയാണ് അൺലോക്ക് ആവുന്നത്. ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് കയറുമ്പം എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിൽ കയറി കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ZXi വേരിയൻ്റ് ആണ്. അപ്പോൾ ZXiയിൽ നമുക്കൊരു 7 ഇഞ്ച് സ്ക്രീൻ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്കൊരു ഈ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ബോട്ടം ആണ്. പിന്നെ അതുപോലെ നമുക്ക് ഇതിനകത്ത് തന്നെ ഈ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. വോയിസ് കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതെന്ന് പറയുന്നത് ഇൻഫോർടൈൻമെൻറ്റ് കൺട്രോളാണ്. നമുക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ വോളിയം അപ്പ് ഡൗൺ ചെയ്യാൻ പറ്റും. അതുപോലെ റേഡിയോ മോഡ് അങ്ങോട്ട് കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിൽ വരുന്ന ഒരു നല്ലൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ക്രൂയിസ് കൺട്രോളാണ്. ക്രൂയിസ് കൺട്രോൾ ഇത് സെറ്റ് ചെയ്യാനും ബട്ടണും പിന്നെ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. പ്ലസ് ഓർ മൈനസ് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും, പിന്നെ അത് ക്യാൻസൽ ചെയ്യാനും പറ്റും. ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ക്രൂയിസ് കൺട്രോളിൻ്റെ ഈ കാര്യം ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഷോർട്സ് വീഡിയോ ആണ്, അത് നിങ്ങൾ കാണുക. പിന്നെ നമുക്ക് ZXiയിൽ വരുന്നത് ഇതുപോലെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. പിന്നെ അതുപോലെ സ്മാർട്ട് ഹൈബ്രിഡ് ആണ് ZXi എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഐഡിൽ നമുക്ക് സ്റ്റാർട്ടും സ്റ്റോപ്പും ചെയ്യാൻ പറ്റും. ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് നമുക്ക് ഓഫും ഓണും ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് ഹെഡ് ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. എന്തുകൊണ്ട് അതിൻ്റെ ഒരു ഫോക്കസ് ലോയും പിന്നെ ഹൈയും ആക്കാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നത് വെച്ചാൽ ഇതുപോലെ ഡുവൽ ടോൺ ആണ്. കണ്ടോ, ഇതിപ്പോൾ ബ്ലാക്ക് ആണ്, പിന്നെ ഇവിടെ ഒരു സിൽവർ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബ്രൗണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 3 ടോൺ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ക്ലൈമറ്റ് AC എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ്. അപ്പോൾ നമ്മൾ ഇതിന് ഓട്ടോ മോഡ് ഉണ്ട്. അപ്പോൾ ഓട്ടോ മോഡ് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള ക്ലൈമറ്റ് എങ്ങനെയാണ് അതുകൊണ്ട് നമ്മുടെ റൂം ടെമ്പറേച്ചർ വെച്ച് അതങ്ങ് അഡ്ജസ്റ്റ് ആയിക്കോളും ടെമ്പറേച്ചർ. പിന്നെ അതുപോലെ ഈ ഗിയർ നോബൊക്കെ നമുക്ക് ZXiയിൽ വരുന്നുണ്ട്. ഗിയർ നോബിൻ്റെ ഇങ്ങനൊരു ഡിസൈൻ, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഡിസൈൻ ആയിരിക്കും. ഇതിപ്പം ZXi ആയതുകൊണ്ടാണ് ഇങ്ങനൊരു ഡിസൈനിൽ വരുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഡോർ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നോക്കിയോ, ഞാൻ ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഡോർ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ കാണിക്കും. പിന്നെ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. അത് ബാക്കിലും വരുന്നുണ്ട് ഹെഡ് റെസ്റ്റ്, ഫ്രണ്ടിലും വരുന്നുണ്ട്.
പിന്നെ ബാക്കി ഞാൻ ആക്സസറീസിൻ്റെ കാര്യമൊക്കെ ഞാൻ പിന്നീട് പറയാം, എന്തൊക്കെ ആക്സസറീസ് ഞാൻ കേട്ടിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ തൽക്കാലം ZXയിലുള്ള ഫീച്ചേഴ്സാണ് ഞാൻ പറയുന്നത്. അതുപോലെ നമുക്കിവിടെ സൺറൂഫ് വരുന്നുണ്ട്. ഒരു ചെറിയൊരു സൺറൂഫാണ്, പക്ഷേ കൊള്ളാം, നല്ലത് തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഈ ഗ്ലാസ് വെക്കാനുള്ള ഗ്ലാസ് ഹോൾഡറൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഇനി വണ്ടി ഇഗ്നീഷൻ ഓൺ ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ഇപ്പം ഞാൻ ഇഗ്നീഷൻ ഓൺ ചെയ്യാണ്. ഇനി വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ക്ലച്ച് അമർത്തണം. ഇതിൽ ക്ലച്ച് അമർത്തിയിട്ട് വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായി. ഇനി ഞാൻ സ്ക്രീൻ ഓൺ ചെയ്ത് കാണിക്കാം. അതുപോലെ തന്നെ നമ്മുടെ AC ഞാനിപ്പം ഓൺ ചെയ്യണം. അപ്പോൾ AC നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആയതുകൊണ്ട് ഓട്ടോ ബട്ടൺ അമർത്തിയാൽ മതി. അപ്പം ടെമ്പറേച്ചർ 24ലാണ് ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ചായിരിക്കും നമ്മൾ ക്ലൈമറ്റ് കൺട്രോൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ പുറത്ത് ഏത് ടെമ്പറേച്ചറാണ് അതിനനുസരിച്ച് ഇവിടെ അത് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയിക്കോളും. പിന്നെ ഞാൻ സ്ക്രീൻ ഇപ്പം ഓൺ ചെയ്യാൻ പോവാണ്. അതിൽ ജസ്റ്റ് ഒരു ബട്ടൺ ജസ്റ്റ് അമർത്തിയാൽ മതി. ഇതിൽ നമുക്ക് ഫ്യൂവൽ ആവറേജ് എന്തൊക്കെയാണ് അത് ആ ഡീറ്റെയിലൂടെ കാണിക്കും. ഫ്യൂവലിൽ കയറി കഴിഞ്ഞിട്ട് നമുക്ക് ഹിസ്റ്ററിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ലാസ്റ്റ് 5 ട്രിപ്പിൽ നമുക്ക് എത്രയാണ് മൈലേജ് കിട്ടിയിട്ടുള്ളത്, അങ്ങനെയുള്ള ഡീറ്റെയിലൊക്കെ നമ്മുടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ZXയിൽ വരുന്ന വേറൊരു എന്ന് വെച്ചാൽ നമുക്ക് മിറർ നമുക്ക് ഇങ്ങനെ തന്നെ ഫോൾഡ് ചെയ്യാൻ പറ്റും. 1 ടച്ച് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് മിറർ ഫോൾഡ് ചെയ്യാൻ പറ്റും. വണ്ടി ലോക്ക് ചെയ്യുമ്പം ഓട്ടോ ഫോൾഡ് ആവുന്ന ഫീച്ചർ ഇതിനകത്തില്ല. പിന്നെ നമുക്ക് മിറർ റൈറ്റിലെടുക്കുന്ന ഇന്റേണലി തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ഫോക്കസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്കിവിടെ കോ പാസഞ്ചർ സൈഡിൻ്റെ കോ ഡ്രൈവറിൻ്റെ സൈഡിൻ്റെ അവിടെ ഇതങ്ങ് താത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു മിറർ വരുന്നുണ്ട്. ഓക്കെ, മിറർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു ലൈറ്റും വരുന്നുണ്ട്. ഓക്കെ, ലൈറ്റ് ഓൺ ഓഫ് വരുന്നുണ്ട്. വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ പുഷ് ബട്ടണാണ്. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. കീ വെക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അത് കീലെസ് ആയിട്ടുള്ള വണ്ടികളെല്ലാം ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരുന്നത്. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണാണ് വരുന്നത്. ഇനി നമുക്കിവിടെ വേറെ വെച്ചാൽ USB വെക്കാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ ഒരു 12 വോൾട്ട് ഒരു പവർ കൊടുത്തിട്ടുണ്ട്, പവർ സോക്കറ്റ്. ഞാനിപ്പം ഒരു ഡാഷ് ക്യാം ഇവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ് ഓൾറെഡി. ഇതാണ് ഡാഷ് ക്യാം. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം. പിന്നെ വരുന്നത് നമുക്കിവിടെ ആംറസ്റ്റ് ഒന്നും വരുന്നില്ല, അതൊക്കെ ZXi പ്ലസ്സിലാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു റിയറിൽ AC വെന്റ് വരുന്നുണ്ട്. പിന്നെ അവിടെ നമുക്കൊരു 12 വോൾട്ട് സോക്കറ്റ് വരുന്നുണ്ട്. എന്തെങ്കിലും മൊബൈലൊക്കെ ചാർജ് ചെയ്യാമെങ്കിൽ ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഡാഷ് ക്യാം വേണമെങ്കിൽ കണക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആംറസ്റ്റ് ഇതിനകത്ത് വരുന്നില്ല, പക്ഷെ അത് ZXi പ്ലസ്സിൽ വരുന്നുണ്ട്. അതുപോലെ വയർലെസ് ചാർജിങ് ഒന്നും വരുന്നില്ല, അതും ZXi പ്ലസ്സിൽ വരുന്നുണ്ട്. പിന്നെ ഏത് ഫീച്ചറാണ് ZXi പ്ലസ്സിൽ വരുന്നത്? പിന്നെ നമുക്ക് ഇതിനകത്ത് ഇവിടെ ഹെഡ്സപ്പ് ഡിസ്പ്ലേ വരുന്നില്ല ZXiയിൽ, പക്ഷേ ZXi പ്ലസ്സിൽ ഒരു ഹെഡ്സപ്പ് ഡിസ്പ്ലേ വരും. പിന്നെ നമുക്ക് ZXiയിൽ ഇപ്പോൾ 2025 മോഡലിൽ എല്ലാ വേരിയൻറ്റിലും 6 എയർ ബാഗ് വരുന്നുണ്ട്. നേരത്തെ ZXi പ്ലസ്സിൽ മാത്രമാണ് 6 എയർ ബാഗ് വന്നുകൊണ്ടിരുന്നത്. ZXiയിൽ 4 എയർ ബാഗ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ആണ്. സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റും. താഴെയാണ് അതിൻ്റെ ലോക്ക് വരുന്നത്. ഇത് അൺലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ടിൽറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ നമുക്ക് ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, ഹൈറ്റിങ്ങിന് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഇതുപോലൊരു ബേസിക് കീ ആണ് നമ്മുടെ ബ്രസയിൽ വരുന്നത്. ബ്രസയിലായാലും ഇഗ്നീസിലായാലും മിക്കവാറുള്ള എല്ലാ മാരുതി വണ്ടിയിലും ഇതുപോലത്തെ ഒരു കീ ആണ് വരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ വിക്ടോറിയസിൽ മാത്രമാണ് ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ടൊരു സെപ്പറേറ്റ് കീ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ZXiയിൽ മിക്കവാറും എല്ലാ വേരിയൻറ്റിലും ഉണ്ടെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ ബോട്ടിൽ ഹോൾഡേഴ്സ് 4 ഡോറിലും ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. 1 ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ നല്ല സുഖമായിട്ടിരിക്കും. ഇവിടെയുണ്ട്, അതുപോലെ ഇവിടെയും ഉണ്ട്, ഈ ഡോർ സൈഡിലും ഉണ്ട്, അതിൽ ബാക്കിലും 2 ഡോറിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു ചെറിയൊരു ബാറ്ററി വരുന്നുണ്ട്. അപ്പം ബാറ്ററിയിൽ നിന്ന് പവർ എടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ഇവിടെ ഒരു കൺട്രോൾ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഡ്രൈവ് ചെയ്യുമ്പോഴാണ് അത് കാണുന്നത്. കണ്ടോ, ഇതിലാണ് കാണിക്കുന്നത്. ഇപ്പം എൻജിനിൽ നിന്നാണ് പവർ എടുക്കുന്നത്, ആണ് ആ എൻജിൻ എന്ന് പറഞ്ഞുള്ള ഒരു ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റിൽ നമുക്ക് ആ എനർജി ഫ്ലോ നമുക്കിവിടെ കാണാൻ പറ്റും. അതിൽ എനർജി ഫ്ലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ എൻജിനിൽ നിന്നാണ് എൻജിൻ്റെ പവർ വെച്ചിട്ടാണ് വണ്ടി ഓടുന്നത്. അതുപോലെ ഞാനിപ്പോൾ ഞാൻ ആക്സിലേറ്റർ എടുത്തപ്പോൾ ബാറ്ററിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇനി ഞാൻ ആക്സിലേറ്റർ തിരിച്ച്
എടുത്തപ്പോൾ തിരിച്ച് എനർജി അങ്ങോട്ട് പോകും. അതായത് ബാറ്ററി ചാർജ് ആവുകയാണ് ഞാൻ ആക്സിലേറ്റർ കയ്യിൽ കാലെടുത്തപ്പോൾ. ഇനി വീണ്ടും ഞാൻ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വീണ്ടും എൻജിന് നൽകുന്നു. ഇപ്പോൾ ബാറ്ററിയിൽ നിന്ന്